രാജ്യത്തെ കോവിഡ് ബാധിതർ 59 ലക്ഷം പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 80,362 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1089 കോവിഡ് മരണങ്ങളും രാജ്യത്ത് പുതിയതായി റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. ഇന്നലെയും സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ഓൺലൈൻ വഴിയും ചേരുകയുണ്ടായി. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിൽ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെൻറ്റ് സമ്മേളനത്തിലെ നടപടികൾ വ്യക്തമാക്കുന്നത്. കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന പുതിയ നിയമനിർമ്മാണവും തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങളും കർഷകർക്കും തൊഴിലാളികൾക്കുമെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് BJP ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ ബഹുജന അഭിപ്രായം രൂപീകരിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റിൽ ഇപ്പോൾ കോവിഡ് കാലഘട്ടം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ബില്ലുകളും ഞൊടിയിടയിൽ പാസ്സാക്കിയെടുക്കാനാണ് BJP ഗവൺമെൻറ് ശ്രമിച്ചത്. പാർലമെൻ്ററി ജനാധിപത്യം തന്നെ അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ BJP തയ്യാറല്ല എന്നതാണ് പാർലമെൻറ്റ് നടപടികൾ വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന നയം ഇതേ നിലയിൽ പ്രതിലോമകരമാണ്. ഡിജിറ്റൽ ആരോഗ്യ സേവന രംഗത്തേക്ക് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെയും കോർപ്പറേറ്റുകളെ കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതമാണ് രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശില. ഈ ഭരണഘടനാ തത്വങ്ങളെ നിരാകരിക്കുന്ന വിധത്തിലാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഫെഡറൽ തത്വങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാണ് കൃഷി. സംസ്ഥാന വിഷയമായിട്ടുള്ള കൃഷി മേഖലയിൽ പോലും കാർഷിക മേഖലയിൽ പോലും നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന പുതിയ നിയമനിർമ്മാണം വ്യക്തമാക്കുന്നത്. ഫെഡറൽ ഘടനയെ തകർക്കുന്ന ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള LDF ഗവൺമെൻറ് തീരുമാനം ഏറ്റവും സ്വാഗതാർഹമായൊരു സമീപനമാണ്. നിയമപരമായും ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റിൽ ഈ പ്രശ്നത്തിൽ കേരളത്തിലെ UDF MPമാർ സ്വീകരിച്ച സമീപനം കോൺഗ്രസ് MPമാർ ഉൾപ്പെടെ BJPയുടെ ഒരു B ടീമായിട്ടാണ് പാർലമെൻറ്റിൽ അവർ പ്രവർത്തിച്ചത്. ലോകസഭയിൽ രാജ്യസഭയിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് സ്വീകരിച്ചതുപോലുള്ളൊരു നിലപാട് ലോകസഭയിൽ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള കള്ളക്കളിയുടെ ഭാഗമാണ് ലോകസഭയിൽ സ്വീകരിച്ച ഈ സമീപനം. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് BJP ഉയർത്തിക്കൊണ്ടുവന്നത്. കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഇപ്പോൾ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ്
കോൺഗ്രസ് ഇലക്ഷൻ കാലത്ത് അവരുടെ പ്രകടന പത്രികയിൽ. ആ കാര്യം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വായടപ്പിക്കുകയാണ് BJP ലോകസഭയിൽ ചെയ്തത്. രാജ്യസഭയിൽ ഗുലാം നബി ആസാദിൻ്റെയും മറ്റു നേതൃത്വത്തിൽ ഇടപെട്ടതുപോലൊരു ഇടപെടൽ ലോകസഭയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നടത്താതിരുന്നത്? ലോകസഭയിൽ ഒരു വോട്ട് ചോദിക്കാൻ പോലും കോൺഗ്രസ്സുകാർ UDFകാർ തയ്യാറായില്ല. CPMൻ്റെ എംപിമാർ വോട്ട് ചോദിച്ചപ്പോൾ വളരെ ചെറിയ പ്രാതിനിധ്യം മാത്രമേ CPMനുള്ളൂ എന്നതുകൊണ്ട് അത് ശബ്ദ വോട്ടെടുപ്പിൽ നിരാകരിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിൻ്റെ ആളുകൾ കൂടി ചേർന്ന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ലോകസഭയിൽ രാജ്യസഭയിൽ സ്വീകരിച്ചതുപോലൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ലോകസഭയിൽ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇതിൽ കേരളത്തിലുള്ള UDFൻ്റെ 19 എംപിമാർ കേരളത്തിലെ തൊഴിലാളികളെയും കർഷകരെയും വഞ്ചിക്കുകയാണ് ചെയ്തത്. 19 UDF എംപിമാർ ഇതിനെതിരെ യാതൊരുവിധ ആത്മാർത്ഥതയും ലോകസഭയിൽ പ്രകടിപ്പിച്ചില്ല. രാജ്യസഭ ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത 8 പേരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. കേരളത്തിൽ നിന്നുള്ള വിളമരം കരീമിനെയും KK രാഗേഷിനെയും രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി നടത്തിയ പോരാട്ടത്തിലാണ് കേരളത്തിലുള്ള 2 രാജ്യസഭാ മെമ്പർമാർ സസ്പെൻഷൻ നടപടിക്ക് വിധേയമായത്. അത്തരത്തിലൊരു പോരാട്ടം നടത്താൻ എന്തുകൊണ്ട് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട UDFകാർ തയ്യാറായില്ല? ഈ കാര്യത്തിൽ അവർ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയണം. ഈ കാര്യം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ CPIM സംഘടിപ്പിക്കും. കേന്ദ്ര ഗവൺമെൻറ് വിവിധ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നില്ല. 8 ലക്ഷം ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകൾ നികത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ കുറേയധികം യുവതിയുവാക്കൾക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും സംവരണപ്രകാരം കിട്ടുന്ന തൊഴിൽ അവസരമാണ് BJP ഗവൺമെൻറ് നിഷേധിക്കുന്നത്. ഇത് കേരളത്തിലെ യുവാക്കൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് തുടരുന്നത്. ഇതിനെതിരെ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദാരവൽക്കരണ നയങ്ങൾ കേരളത്തിൽ എല്ലാ മേഖലയിലും കടന്നു കയറാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതിനെ ചെറുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം കേരളത്തിൽ അവർക്ക് സാധിക്കുന്നില്ല. കേരളത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും സംസ്ഥാന ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. എല്ലാം പൊതുമേഖലയിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ അവർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റിൻ്റെ സ്ഥലം 700 ഏക്കർ സ്ഥലം കോട്ടയത്ത്, അത് ആ ന്യൂസ് പ്രിൻ്റ് വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ അതിൽ താല്പര്യമുള്ള കോർപ്പറേറ്റുകൾക്ക് അതിൽ കടന്നു വരാൻ കഴിയാത്തത് ഇടതുപക്ഷ സർക്കാർ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കാം എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കഴിയുന്നില്ല. അദാനിക്ക് അത് ഏറ്റെടുക്കാനും കഴിയുന്നില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശക്തമായ എതിർപ്പാണ് അത് ഏറ്റെടുക്കാൻ കഴിയാത്തത്. നേരത്തെ വിഴിഞ്ഞ ഹാർബർ സ്വകാര്യ മേഖല കൊടുക്കാനായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരുന്നത്. അന്ന് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന VS സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അതിനെതിരായ നിലപാട് സ്വീകരിച്ചു. വിഴിഞ്ഞം ഹാർബർ പൊതുമേഖലയിൽ വേണം,
എന്നുള്ള നിലപാട് അന്ന് LDF സർക്കാർ സ്വീകരിച്ചു. അദാനിക്ക് കൊടുക്കാനുള്ള നീക്കം LDF ഗവൺമെൻറ് കാലത്ത് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ LDF പോയി, UDF വന്നു, ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. വിഴിഞ്ഞം ഹാർബർ യാതൊരു എതിർപ്പുമില്ലാതെ അദാനി ഗ്രൂപ്പിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഈ അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളിടത്തോളം കാലം തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റുകൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ള മേഖലകളിലെല്ലാം കേരളത്തിലെ സർക്കാർ പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സംവിധാനം രാജ്യത്താകെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് റിലയൻസുകാർ. കേരളത്തിലും അവരതിൻ്റെ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ LDF സർക്കാർ പ്രഖ്യാപിച്ച K-ഫോൺ പദ്ധതി റിലയൻസിൻ്റെ നീക്കങ്ങൾക്ക് വിഘാതമുണ്ടാക്കുന്നതാണ്. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സൗകര്യം കേരളത്തിൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ബാക്കി 50% പേർക്ക് സബ്സിഡി നിരക്കിൽ ഈ സൗകര്യം കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ പ്രദേശത്തും ഇത്തരമൊരു സൗകര്യം ലഭ്യമാക്കുമ്പോൾ അത് റിലയൻസ് നടപ്പാക്കുന്ന അവരുടെ പദ്ധതിക്ക് വിരുദ്ധമാണ് എന്നവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മൊബിലിറ്റി പദ്ധതി അത് പൊതുവാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതി. ഇതും കോർപ്പറേറ്റുകൾ ലക്ഷ്യമിട്ടൊരു മേഖലയാണ്. അതിൽ കേരള ഗവൺമെൻറ് പൊതു സംവിധാനത്തെ വളർത്തിയെടുക്കുകയാണ്. റീറ്റെയിൽ മേഖല കൈയടക്കാനാണ് റിലയൻസ് ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ പൊതുവിതരണ രംഗം ശക്തമാക്കിക്കൊണ്ട് ബദൽ നടപടികൾ സ്വീകരിക്കുകയാണ്. പച്ചക്കറിക്ക് 16 ഇനം പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ചത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. പച്ചക്കറി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനുള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് തുടക്കം കുറിക്കുകയാണ്. ഇത് കോർപ്പറേറ്റുകൾ കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ ഇടതുപക്ഷം നടത്തുന്നൊരു ഇടപെടലാണ്. മത്സ്യ സംസ്കരണ മേഖലയും കൈയടക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് ബദൽ നടപടികൾ ഇടതുപക്ഷ സർക്കാർ ഇവിടെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്ന ഓരോ നിലപാടുകളും കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കടന്നു കയറാൻ കഴിയുന്നത് പോലെ കേരളത്തിൽ കടന്നു കയറാൻ കഴിയുന്നില്ല. ഇടതുപക്ഷം കേരളത്തിലുള്ളത് കൊണ്ടാണ്, കേരളത്തിലൊരു ഇടതുപക്ഷ ഗവൺമെൻറ് നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാകാത്തത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കണം എന്നത് കോർപ്പറേറ്റുകളുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് വിധേയമായി കോർപ്പറേറ്റുകൾ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്ന സമരം, BJP നടത്തുന്ന സമാന്തര സമരങ്ങൾ. ഈ രണ്ടുപേർക്കും എല്ലാവിധ സൗകര്യങ്ങളും കോർപ്പറേറ്റ് ശക്തികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങളിലെല്ലാം വൻതോതിലുള്ള പണം മൂലധനമിറക്കിക്കൊണ്ടാണ് സമരങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് മീഡിയകളെ പൂർണ്ണമായി അവർക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം ആസൂത്രിതമായി നടക്കുന്ന നീക്കങ്ങളാണ്. 1957 EMS ഗവൺമെൻറ് വന്നപ്പോൾ അന്ന് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അന്ന് CIA പണം വാങ്ങി പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അന്ന് മൊയ്നി ഖാൻ്റെ പുസ്തകത്തിൽ, അംബാസഡർ പുസ്തകത്തിൽ തന്നെ ആ കാര്യം രേഖപ്പെടുത്തിയതാണ്. അന്ന് അങ്ങനെ നിലപാട് സ്വീകരിച്ച ആളുകൾ ഇപ്പോൾ കോർപ്പറേറ്റുകളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനം വഴിയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കഴിഞ്ഞ 4 കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ, 4.25 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലും ഇടപെട്ടൊരു സർക്കാരാണ്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസന പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വികസന പദ്ധതികളും പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലും കേരളം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുകയാണ്.
ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച മാനിഫെസ്റ്റോവിൽ പറഞ്ഞ 600 പദ്ധതികൾ, അതിൽ 30 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം നടപ്പാക്കി. ഇത് ഒരു റെക്കോർഡാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് മാനിഫെസ്റ്റോ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. ബാക്കിയുള്ള 30 പദ്ധതികൾ അത് ചിലത് നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നടപ്പാക്കാൻ കഴിയാത്തത് എന്ന് ജനങ്ങളോട് തുറന്ന് പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ നടപ്പാക്കാനും ശ്രമിക്കും. 100 ദിവസങ്ങൾ കൊണ്ട് 100 പദ്ധതികൾ ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചു. ഈ പദ്ധതികളെല്ലാം ജനങ്ങളിൽ വളരെയധികം മതിപ്പുളവാക്കിയ പദ്ധതികളാണ്. 88 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് 4 മാസം കൊടുക്കാൻ പോകുന്നത്. 1800 കോടി രൂപ ഇതിനു വേണ്ടി സർക്കാർ നീക്കിവെച്ച് കഴിഞ്ഞു. എല്ലാ വീടുകളും പട്ടിണിയില്ലാതെ കഴിയാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി. കേരളത്തിൽ ഇന്ന് പട്ടിണി മരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളില്ല. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഈ കാര്യത്തിൽ ഇടപെട്ട സർക്കാരാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി ഇടതുപക്ഷ സർക്കാരിൻ്റെ അനുകൂലമായ ഒരു മുന്നേറ്റ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് എന്ന് പ്രകടമാണ്. അത് വിവിധ ഘട്ടങ്ങളിൽ കേരളം തെളിയിച്ചതാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് പ്രകടമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. UDFൻ്റെ കുത്തക മണ്ഡലങ്ങൾ തന്നെ ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ഈ ഗവൺമെൻറ് വീണ്ടും വരും എന്നുള്ള ചിന്ത സാർവത്രികമായി ഉയർന്നു വരാൻ തുടങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഗവൺമെൻറ് നടത്തിയ ഇടപെടൽ വലിയ തോതിൽ അംഗീകാരം പിടിച്ചു പറ്റുന്ന സ്ഥിതി ഉണ്ടായി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇനി ഈ ഗവൺമെൻറ്റിനെ വെച്ച് പൊറുപ്പിച്ചുകൂടാ. വീണ്ടും ഇടതുപക്ഷം വന്നാൽ പിന്നെ UDFന് നിലനിൽപ്പില്ല എന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി LDF വന്നാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം ലീഗ് യോഗത്തിൽ സംസാരിച്ച കാര്യം പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ BJP ശത്രുവല്ല എന്ന നിലപാട് തന്നെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് സന്നദ്ധമായി. മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി UDFനെ അധികാരത്തിൽ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ളൊരു സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കണമെന്നാണ്. കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ഗണ്യമായ വകുപ്പുകളും നിയന്ത്രണങ്ങളും മുസ്ലിം ലീഗിനായിരുന്നു. 5 മന്ത്രിസ്ഥാനങ്ങൾ അന്നവർക്കുണ്ടായി. ഇനി UDFൻ്റെ ഒരു ഭരണം വന്നാൽ ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ മെമ്പർമാരെ കിട്ടാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. SDPIയുമായി മുന്നണി ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ഇത് മുസ്ലിം ലീഗിന് ആധിപത്യം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി UDFും മുന്നണി കൂടുതൽ വിപുലമാക്കാൻ എടുത്ത തീരുമാനം ഇത്തരം ശക്തികളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി ആണ് ഇന്ന് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അതാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എടുക്കുന്ന പല തീരുമാനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമാണ്, ആശയമാണ് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പല പ്രശ്നങ്ങളിലും ഹാഗിയ സോഫിയ മ്യൂസിയം അത് മുസ്ലിം പള്ളിയാക്കി തുർക്കിയിൽ. ആ നിലപാടിനെ സംബന്ധിച്ച് ലേഖനമെഴുതി ചന്ദ്രികയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. KCBC അതിനെ പരസ്യമായിട്ട് എതിർത്തു. ഈ നിലപാടിനെ മുസ്ലിം ലീഗ് മതേതരത്വം പറയുന്നത് കപടമാണ് എന്ന് KCBCക്ക് പ്രതികരിക്കേണ്ടി വന്നു. പക്ഷേ കോൺഗ്രസ്സിന് യാതൊരു പ്രതികരണവുമില്ല. മുസ്ലിം ലീഗിൻ്റെ അജണ്ടക്കനുസരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കോൺഗ്രസും UDFും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ സാഹചര്യത്തിൽ BJPയുമായിട്ട് കൂടി മുന്നണി ഉണ്ടാക്കണം എങ്കിലേ രക്ഷപ്പെടൂ എന്നുള്ളത് കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി തന്നെ BJP ശത്രുവല്ല എന്ന പരസ്യ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.
ഇത് രാഷ്ട്രീയ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യം CPIM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരിക്കുകയാണ്. എപ്പോഴെല്ലാം കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാകുമെന്ന സ്ഥിതി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വലതുപക്ഷ ശക്തികൾ ഇങ്ങനെ വിശാലമായ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 1960 അന്ന് വിശാലമായ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് വിമോചന സമരത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് തടയാൻ അവർ ശ്രമിച്ചത്. അന്ന് EMSനെ വരെ തോൽപ്പിക്കാൻ ശ്രമിച്ച് മഹാസഖ്യമുണ്ടാക്കിയവരാണിവർ 1960. പക്ഷേ സഖാവ് EMS അന്ന് വിജയിച്ചു. 1991 ഇടതുപക്ഷം വീണ്ടും വരും എന്ന അവസ്ഥ വന്നപ്പോൾ അന്ന് ഇടതുപക്ഷം വീണ്ടും വരാതിരിക്കാനാണ് കോലീബി സഖ്യം അന്നുണ്ടാക്കിയത്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ വലതുപക്ഷ ശക്തികളുടെ ഭാഗത്ത് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് അങ്ങേയറ്റം ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ മുഖം വികൃതമായിരിക്കുകയാണ്. കാസർഗോഡ് നടന്ന ഏറ്റവും വലിയ കുംഭകോണമാണ് ജ്വല്ലറി തട്ടിപ്പ്. 150 കോടി രൂപയുടെ കുംഭകോണമാണ് ജ്വല്ലറി തട്ടിപ്പിൽ കൂടി മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാർ അടങ്ങുന്ന ട്രസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി നടത്തണം. ബന്ധപ്പെട്ട എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. ഇപ്പോൾ പരാതികളുടെ പേരിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാതൃകാപരമായി ഈ പ്രശ്നത്തിൽ ഇടപെടണം. അവിടെ ജ്വല്ലറി തട്ടിപ്പ് മാത്രമല്ല, വഖഫ് ഭൂമി തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വഖഫ് ഭൂമി തട്ടിയെടുക്കുന്നതിന് കൂട്ടുനിൽക്കുമോ? അതുപോലും കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേരിലും ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയ പ്രതികളിൽ ഒട്ടേറെ പേർ മുസ്ലിം ലീഗുമായി ബന്ധമുള്ളവരും മുസ്ലിം ലീഗുകാരായിട്ടുള്ളവരുമാണ് പിടികൂടപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവങ്ങളെല്ലാം മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥമായ സ്ഥിതി എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ CPM വിരോധം പ്രചരിപ്പിക്കുക, ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മതിപ്പാണുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ, പാർലമെൻറ്റ് പാസ്സാക്കിയ പൗരത്വ നിയമത്തിനെതിരെ ആദ്യമായി നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. കേരള നിയമസഭയാണ് ഒരു പ്രമേയം പാസ്സാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വ രജിസ്റ്റർ അത് കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവത്തോടുകൂടി പ്രഖ്യാപിച്ചു. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമായിരുന്നു. അത് ന്യൂനപക്ഷങ്ങളിൽ ഇടതുപക്ഷത്തിനുള്ള താല്പര്യം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷത്തോട് വർദ്ധിച്ചു വരുന്ന താല്പര്യം കൂടി കണക്കിലെടുത്ത് മുസ്ലിം ലീഗ് നേതൃത്വം ഇന്ന് ആകെ തന്നെ പരിഭ്രാന്തരായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ വിരുദ്ധ മുന്നണി ഉണ്ടാക്കാൻ BJPയുമായിട്ട് കൂടി ചേരാനുള്ള നീക്കം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കത്തെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാനെന്നാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. പാർട്ടി അത് സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ UDFനെ തോൽപ്പിക്കുക, BJPയെ തോൽപ്പിക്കുക, ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിക്കുന്നതിന് സഹായകമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് മുന്നണിക്കും എതിരായി നിൽക്കുന്ന ആളുകളുമായി, വ്യക്തികളുമായി ബന്ധപ്പെട്ട് അടുത്ത തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDFനെ വിജയിപ്പിക്കാനാണ് പാർട്ടി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നവകേരളം സൃഷ്ടിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സജ്ജമാക്കുക, ഈ ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. നവംബർ മാസം ഇലക്ഷൻ നടത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ട് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അനന്തമായി നീട്ടിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട്
അധികം താമസിയാതെ തന്നെ ഡിസംബറിനുള്ളിൽ തന്നെ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടത്തണം. അതിനാവശ്യമായ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഉള്ള സംവിധാനം ഉണ്ടാകേണ്ടത് ജനാധിപത്യ പ്രക്രിയക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുക തന്നെ വേണം. തെരഞ്ഞെടുപ്പ് എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും ഇത്തരത്തിൽ ഉള്ള UDF BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നിലപാട് വേണം എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തുകൾ മറ്റ് പ്രാദേശികമായ സംവിധാനങ്ങളിലെല്ലാം സഹകരിക്കാൻ തയ്യാറുള്ള LDFിലെ 10 കക്ഷികൾ ഇന്ന് LDFിനകത്തുണ്ട്. ആ മുന്നണിയായി തന്നെ LDF പ്രവർത്തിക്കും. അതോടൊപ്പം LDFുമായി സഹകരിക്കുന്ന കക്ഷികളുണ്ട്. ആ കക്ഷികളുമായും പ്രാദേശികമായി എല്ലായിടത്തും സഹകരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറ്റണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലിപ്പോൾ ആസൂത്രിതമായ നിലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും CPMനെ തകർക്കാനും അതുവഴി ഇടതുപക്ഷത്തെ തകർക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ ഇടപെടിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഇതര ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ ഇത്തരം അന്വേഷണ ഏജൻസികളെയാണ് BJP ദുർവിനിയോഗം ചെയ്തത്. രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാനാണ് പല സംസ്ഥാനത്തും ഇത്തരം സംവിധാനത്തെ BJP ഗവൺമെൻറ് ഉപയോഗിച്ചത്. അതേ രീതിയിലുള്ള ഇടപെടൽ കേരളത്തിലും തുടങ്ങുന്നു എന്നതിൻ്റെ തുടക്കമാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് MLA കൊടുത്തൊരു പരാതിയുടെ മേൽ CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ള നടപടി, ഈ നടപടി അസാധാരണവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ ഒരു MLA ഒരു പരാതി കൊടുത്തതുകൊണ്ട് മാത്രം കേന്ദ്ര ഗവൺമെൻറ് കൈവശമുള്ള CBI കേസ് അന്വേഷിക്കാൻ പോകുന്നില്ല. കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ട കേസ് ഇതുവരെ CBI ഏറ്റെടുത്തിട്ടില്ല. ടൈറ്റാനിയം കുംഭകോണ കേസ് 89 കോടി രൂപയുടെ കുംഭകോണം നടന്ന കേസാണ്. ഉമ്മൻചാണ്ടി, ചെന്നിത്തല, ഇബ്രാഹിം കുഞ്ഞ് ഇവർ പ്രതികളായി വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസാണത്. അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കേസായതുകൊണ്ട് അത് CBI ഏറ്റെടുക്കണം എന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ ആ കേസ് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് ഏറ്റെടുക്കാത്ത കേസാണ്. ഒരു കോൺഗ്രസ് MLA ഒരു കത്ത് എഴുതുമ്പോൾ CBI ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ കത്തിൻ്റെ പേരിൽ മാത്രം വന്ന ഒരു CBI അന്വേഷണമാണോ? BJP എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് ഇവിടെ CBI നടപ്പാക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് CBI കുറിച്ച് കൂട്ടിലടച്ച തത്തായത്. അങ്ങനെയുള്ള സംവിധാനമാണെന്ന് സുപ്രീം കോടതി തന്നെ വിമർശിച്ചിട്ട് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഈ കേസ് CBI ഏറ്റെടുക്കും. CBIയുടെ തലവനല്ല പ്രഖ്യാപിച്ചത്, കേന്ദ്രമന്ത്രിയുമല്ല പ്രഖ്യാപിച്ചത്. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഉടനെ CBI അന്വേഷണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. നിയമപരമായിട്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ CBIയെ കൊണ്ട് ഇത്തരം കേസ് ഏറ്റെടുപ്പിക്കാൻ വേണ്ടി എടുത്ത സമീപനം.
ഇത്തരത്തിൽ ഇടപെടുന്ന രീതി വിവിധ സംസ്ഥാനങ്ങൾ സ്വീകരിച്ച അതേ രീതി കേരളത്തിൽ നടപ്പാക്കാനാണോ BJP ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റുകളെ തന്നെ അട്ടിമറിച്ചിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് ശക്തമായി അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. CBI അന്വേഷണം ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇടപെടാൻ CBI കഴിയുന്നില്ല. പശ്ചിമ ബംഗാളിൽ CBI കേസ് അന്വേഷിക്കാൻ പാടില്ല എന്ന് ഉത്തരവ് പിറക്കിയത് മമതാ ബാനർജിയാണ്. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ തന്നെ ആന്ധ്രയിൽ CBIക്ക് കേസ് അന്വേഷിക്കാനുള്ള അധികാരം നിഷേധിച്ചു. അതിനുശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും അതേ നില ആന്ധ്രയിൽ തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് CBIക്ക് ഛത്തീസ്ഗഡിൽ പ്രവർത്തനാനുമതി നിഷേധിച്ചത്. അവിടെ ഇപ്പോൾ CBIക്ക് കേസെടുക്കാൻ കഴിയുന്നില്ല. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഗോലോട്ടാണ് രാജസ്ഥാനിൽ CBI ഒരു കേസും ഏറ്റെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും കേസ് ഏറ്റെടുക്കുന്നതിന് അധികാരം നൽകിക്കൊണ്ട് നടത്തിയ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം സ്വീകരിച്ചത് ഇടതുപക്ഷം നയിക്കുന്ന ഗവൺമെൻറ്റുകളല്ല, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ തന്നെ എടുത്ത സമീപനമാണ്. അതുകൊണ്ട് ഇത്തരം ഏജൻസികളെ എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയെല്ലാം അതിനെ എതിർത്ത കോൺഗ്രസ്സാണ് കേരളത്തിൽ CBI വേണം എന്ന് പറഞ്ഞ് CBIക്ക് പരാതി കൊടുക്കുന്ന സ്ഥിതി സ്വീകരിച്ചത് കോൺഗ്രസ്സാണ്. ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും ഇടതുപക്ഷത്തിനെതിരെ പുകമറ സൃഷ്ടിക്കാനുമാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ഈ നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും എതിർക്കാൻ ഈ കേരളത്തിൽ ജനങ്ങൾക്ക് സാധിക്കും. ഇത്തരം നീക്കങ്ങൾ വഴി കേരളത്തിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനോ ഇടതുപക്ഷത്തെ തകർക്കാനോ സാധിക്കുകയില്ല. പല സംസ്ഥാനങ്ങളിലും നടത്തുന്നതുപോലുള്ള ഇടപെടൽ ഇവിടെ നടത്തുന്നതിനുള്ള തുടക്കമാണ്. ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പലതരത്തിലും ഉള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാകും. അത്തരം ഇടപെടലുകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിയണം. അതിന് കേരളത്തിലെ ജനങ്ങളെ പ്രാപ്തമാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള രാഷ്ട്രീയ പ്രചാരവേലകൾ സംഘടിപ്പിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. BJPയും കോൺഗ്രസും നടത്തുന്ന ആസൂത്രിതമായ പ്രവർത്തനം അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ രാഷ്ട്രീയ സമരങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയാണ് ഇന്നത്തെ രീതിയിൽ ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും സംഘടിപ്പിക്കാനാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ പാർട്ടി ഘടകങ്ങളും തദ്ദേശ ഭരണ ഇലക്ഷന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നാളെ കേരളത്തിലെ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, LC സെക്രട്ടറിമാർ വരെയുള്ള സഖാക്കളെ ഉടൻ യോഗം ഓരോ കേന്ദ്രങ്ങളിലായി വിളിച്ചു ചേർത്ത് ഓൺലൈൻ വഴി ഈ യോഗം സംഘടിപ്പിക്കാൻ ഇന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ പാർട്ടി സഖാക്കളെ ജാഗരൂകരാക്കുക, ജനങ്ങളെ അണിനിരത്തി ഇത്തരം വെല്ലുവിളികളെ നേരിടുക, അതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം. ഇതാണ് മാധ്യമങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത്. കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടില്ല. സാധാരണഗതിയിൽ CBI ഒരു കേസ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് ആ കേസ് CBIക്ക് റെഫർ ചെയ്യണം, അതല്ലെങ്കിൽ ഹൈക്കോടതി CBIക്ക് നിർദ്ദേശം കൊടുക്കണം.
ഈ തരത്തിലാണ് സാധാരണതയിൽ CBI കേസ് ഏറ്റെടുക്കാറുള്ളത്. ഇതിലതിന് വ്യത്യസ്തമായിട്ടാണ് ഈ കേസ് ഏറ്റെടുത്ത് എന്നതുകൊണ്ടാണ് ഇത് അസാധാരണം എന്ന് പാർട്ടി വിലയിരുത്തുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയെ വെച്ചുകൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളത്. അതിൻ്റെ അന്വേഷണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അന്വേഷണം തന്നെ ഇപ്പോൾ എവിടെ എത്തിയെന്ന് പരിശോധിക്കണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ദുബായിൽ നിന്ന് സ്വർണം അയച്ചയാളെ ഫൈസൽ ഫരീദിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസിക്ക് സാധിച്ചില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ കോൺസുലേറ്റ് ജനറൽ ഓഫീസിലുള്ളവരെ ചോദ്യം ചെയ്യാനോ അവരെ പരിശോധിക്കാനോ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ഒരു തരത്തിൽ എത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇപ്പോൾ മറ്റു പല പ്രശ്നങ്ങളും കുത്തിപ്പൊക്കി കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ CBIയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അന്വേഷണം. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, പല സംസ്ഥാനങ്ങളിലും ഈ ഏജൻസിയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അന്വേഷണം ഇപ്പം നടക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ നിലപാട് വ്യക്തമാക്കും എന്നന്ന് പറഞ്ഞതാണ്. ഇപ്പം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന അന്വേഷണമാകുമ്പോൾ അതിന് രാഷ്ട്രീയ ഉദ്ദേശത്തെ തുറന്നു കാണിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അല്ല, ഇന്നലെ CBI എടുത്തിരിക്കുന്ന ഈ തീരുമാനം സംബന്ധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പ്രസ്താവനക്കകത്ത് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അസാധാരണവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നാണ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. അതാണ് സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് അംഗീകരിച്ചിട്ടുള്ളത്. അല്ല, അങ്ങനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. CPM-ൻ്റെതായിട്ട് അങ്ങനെ ഒരു നിഗമനം ഞങ്ങൾ നടത്തിയിട്ടില്ല. അവരിപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തട്ടെ. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില മാധ്യമപ്രവർത്തകന്മാരന്ന് ചോദിച്ചിരുന്നു ഈ ചോദ്യം. അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവർ അന്വേഷിക്കട്ടെ, അങ്ങനെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള അന്വേഷണമായി മാറുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പ്രതികരിക്കും എന്ന് അന്നേ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാത് അല്ല, ഞാനത് സംബന്ധിച്ച് നേരത്തെ വ്യക്തമാക്കിയല്ലേ. ബിനീഷിനെതിരായിട്ടുള്ള ആരോപണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണല്ലോ ഞാൻ സ്വീകരിച്ചത്. അതിലിടപെടില്ല എന്നും പറഞ്ഞതല്ലേ. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴും അത്തരത്തിലൊരു നിലപാട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കൊള്ളട്ടെ. അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയും സ്വീകരിക്കട്ടെ എന്നുള്ള നിലപാടാണ് ആ കാര്യത്തിൽ ഞാനന്ന് സ്വീകരിച്ചത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. അന്വേഷിക്കട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വേണമെങ്കിൽ എല്ലാം അന്വേഷിച്ചു കൊള്ളട്ടെ. ആ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്താൻ പാർട്ടി ഇടപെടുകയില്ല എന്ന ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ്. അത് ഞങ്ങൾ ഇപ്പോൾ സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ സ്വാഗതം ചെയ്തോളൂ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. അതിന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പ്രഖ്യാപിച്ചത്. CBIയെ മുമ്പ് പലപ്പോഴും കേരളത്തിൽ ഇടപെടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടപെടിപ്പിച്ച് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഇടപെടിപ്പിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുമുണ്ട്. ആ എതിർപ്പ് ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. മാധ്യമ ഉപദേശം പറയുന്നു, അത് ധനമന്ത്രി ശേഖരിക്കുന്നു, നിയമമന്ത്രി അംഗീകരിക്കുന്നു.
CBI കേസ് ഏറ്റെടുത്തത് സതുദ്ദേശപരമായിട്ടല്ല. അങ്ങനെ ഏറ്റെടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അത്തരം ഏജൻസിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിക്കാമായിരുന്നു. ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്, CBI ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെൻറ്റിനെ മറികടന്നുകൊണ്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ CBI നടത്തിയിട്ടുള്ളത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഫറാ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് NIAക്കോ മറ്റന്വേഷിക്കുന്ന ഏതെങ്കിലും ഏജൻസിക്കോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ച് ഇത്തരത്തിലൊരു കാര്യം സംബന്ധിച്ച് നിലപാട് അറിയിക്കാമായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ല. ഈ പ്രശ്നം മുമ്പും ഉയർന്നു വന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ. അന്നും ഞങ്ങൾ LDF ഗവൺമെൻറ് അത്തരമൊരു നിയമനിർമ്മാണം നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. CBI ചില കേസുകൾ അന്വേഷിക്കേണ്ടതായി വരും CBI എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് അത്തരം ചില കേസുകൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ CBI കൈമാറുന്നത്. മാറാട് കേസ് CBI അന്വേഷിക്കേണ്ട കേസാണ്. മാറാട് നടന്ന കലാപം CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ സമരങ്ങൾ ചെയ്തവരായിരുന്നു കേരളത്തിലെ RSS BJP. ആ സമരത്തിന് നേതാവായിരുന്നു കുമ്മനം രാജശേഖരൻ. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം സമരം ചെയ്ത ആളാണ്. അവസാനം അത് CBI അന്വേഷണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭണം BJP അങ്ങനെ ഒത്തുതീർപ്പാക്കി. ആ ഒത്തുതീർപ്പിൻ്റെ കഥകളൊക്കെ പിന്നീട് മാധ്യമപ്രവർത്തകനായ MP രാജേന്ദ്രൻ തന്നെ പിന്നീട് എഴുതിയില്ലേ, പത്രത്തിൽ വന്നില്ലേ എങ്ങനെയാണ് ഒത്തുതീർപ്പുണ്ടായത് എന്ന്. പിന്നീട് കഴിഞ്ഞ VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് LDF ഗവൺമെൻറ് തീരുമാനിച്ചു ആ കേസ് CBIക്ക് വിടണം. അന്ന് UPA ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞാൻ തന്നെ പോയി അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ചിദംബരത്തെ കണ്ട് ആ കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടതാണ്. UPA അധികാരത്ത് പോകുന്നത് വരെ ആ കേസ് CBIക്ക് വിട്ടില്ല. BJP വന്നാൽ സാധാരണഗതിയിൽ അവർ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ മാറാട് കലാപം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്തുകൊണ്ട് BJP കഴിയുന്നില്ല? ഇപ്പോഴത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റും ആ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ ഈ കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഇടപെട്ട സുരേന്ദ്രൻ ആ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്താണ് ഇടപെടാത്തത്? കുമ്മനം രാജശേഖരൻ ഇടപെട്ട പ്രശ്നം BJPക്ക് 6 കൊല്ലം അധികാരം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് മാറാട് കേസ് CBI അന്വേഷിക്കാത്തത്? ഇതിനവർ ഉത്തരം പറയണ്ടേ? ഇപ്പോൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് CBI ചില കേസ് അന്വേഷിക്കുന്നതും ചില കേസ് അന്വേഷിക്കാതിരിക്കുന്നതും എന്നത് വ്യക്തമല്ലേ? CBI അന്വേഷിക്കണം ഇരട്ടക്കൊലപാതക കേസുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. കോൺഗ്രസ്സുകാർ നടത്തിയ കൊലപാതകമാണെന്ന് കിട്ടുകയും പ്രതികളെ ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തു. ഒട്ടുമിക്ക പ്രതികളെ അറസ്റ്റ് ചെയ്തു. അത് സംബന്ധിച്ച കോൺസ്പിറസി ഭാഗം മാത്രമേ ഞാൻ അന്വേഷിക്കാനുള്ളൂ. ബാക്കി നല്ല നിലയിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം. ആ കൊലപാതകം CPMകാർ CPM കൊന്നു എന്നാണിപ്പോൾ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്. അത് കോൺഗ്രസ്സുകാർക്കേ അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നിടത്തു. അങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഞാൻ വേറൊന്നും പറയുന്നില്ല, അങ്ങനെ അവർക്ക് പറയാൻ കഴിയും. അതാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസ്ഥ. നിങ്ങളെല്ലാവരും ചോദിച്ചാൽ പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുക, കൈവക്കിട്ട് ചോദിച്ചാൽ മതി. അല്ല, സതുദ്ദേശപരമല്ല അവരുടെ വരവ്, അത്രമാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്താ വരുന്നത് നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളിതിനെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ രീതി പ്രഖ്യാപിക്കണ്ടല്ലോ. അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് നിലപാടെടുക്കാം. അല്ല, ഞങ്ങൾക്കിതിൽ യാതൊരുവിധ ഭയവും ഇല്ല. CBIക്ക് വിട്ടതായിരുന്നല്ലോ ലാവ്ലിൻ കേസ്. അത് പറഞ്ഞിട്ടാണല്ലോ കുറേ കാലം ഇവിടെ CBI കറങ്ങിയത്. ആ കേസിനുണ്ടായ ഗതി എന്താ? അവസാനം CBI കോടതി തന്നെ തള്ളിക്കളഞ്ഞില്ലേ ആ കേസ്? ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ലേ?
ലാവലിൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കുറേ കാലം CBI ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കളിച്ചത്? അത് അർത്ഥശൂന്യമാണെന്ന് വന്നില്ലേ? ഹൈക്കോടതി തന്നെ അവസാനം പറഞ്ഞില്ലേ? പിണറായി വിജയനെ കുടുക്കിയിടാൻ ഉണ്ടാക്കിയൊരു കേസായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത്തരത്തിൽ CBI വരുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അത് മറ്റാരെങ്കിലും കാണിച്ച് CBI കാണിച്ച് മിരട്ടിക്കോ. ഞങ്ങളെ CBI കാണിച്ചിട്ടൊന്നും ഭയപ്പെടുത്താൻ CPM-ൻ്റെ പല പ്രവർത്തകന്മാരും CBI അറസ്റ്റ് ചെയ്ത് ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്. ഞങ്ങളാരും മാപ്പ് പറയാൻ പോയിട്ടില്ല. BJP മുമ്പിൽ കീഴടങ്ങുകയില്ല. നിങ്ങൾ CBI അല്ല ഏതെല്ലാം ഏജൻസി വന്നാലും BJP-യുടെ മുമ്പിൽ CPM കീഴടങ്ങാൻ പോകുന്നില്ല. ഇടതുപക്ഷ സർക്കാരും കീഴടങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏജൻസികളെ കാണിച്ചിട്ടൊന്നും ഭയപ്പെടുത്താൻ നോക്കണ്ട. നടക്കട്ടെ അന്വേഷണം, എവിടെ എത്തുമെന്ന് നമുക്ക് കാണാം. അഴിമതി കേസ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അന്വേഷിക്കേണ്ടത് CBI അല്ലല്ലോ, വിജിലൻസ് അല്ലേ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴാണല്ലോ CBI വന്നിരിക്കുന്നത്. അഴിമതിയാണ് നടന്നതെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് വിജിലൻസാണ്. അതിനിവിടെ വിജിലൻസ് സംവിധാനമുണ്ട്. അപ്പുറം എല്ലാ തെളിവുകളും ആ വിജിലൻസിൻ്റെ മുമ്പിൽ ഹാജരാക്കിയാൽ പോരെ. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ അഴിമതി അന്വേഷിക്കാനല്ല ഇപ്പോൾ കോടതി കൊടുത്ത FIR-ൽ അതല്ലല്ലോ പറയുന്നത്. അഴിമതി അന്വേഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. വേറൊരു മാധ്യമ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. അവർ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. പക്ഷേ ഈ അന്വേഷണം സതുദ്ദേശപരമല്ല എന്നതാണ് കാരണം BJP എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ CBI അന്വേഷണം വന്നിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാണല്ലോ വിജിലൻസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഗ്നിശുദ്ധി വരുത്താൻ CBI ഉണ്ടായാൽ മാത്രമല്ലല്ലോ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ വിജിലൻസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വിജിലൻസ് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെടുമല്ലോ. അതിൻ്റെ അവസരം എന്താണ് വിജിലൻസിന് കൊടുക്കാത്തത്? അല്ല, ഞങ്ങളിതിനൊന്ന് തള്ളിപ്പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഭയമുണ്ടെങ്കിലല്ലേ തള്ളിപ്പറയേണ്ടത്. ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷേ അന്വേഷണ ഏജൻസി ഇപ്പം അന്വേഷണം എവിടെ എത്തി? അന്വേഷണം BJP-യിലെത്തിയപ്പോൾ അന്വേഷണം മുടങ്ങിയില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇടയ്ക്കിടെ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? അതാരാണ്? ഞങ്ങളാണോ മാറ്റുന്നത്? കസ്റ്റംസ് ഓഫീസർമാരെ മാറ്റി, NIA ഓഫീസർമാരെ മാറ്റി, വിദൂര സ്ഥലത്തേക്ക് മാറ്റുന്നു. ഈ അന്വേഷണം നടത്തിയ ആളുകളെ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതുകൊണ്ട് ഞങ്ങളിതൊന്നും ഭയപ്പെടുന്നില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണ രീതിയിൽ വരട്ടെ. എങ്ങനെ കേൾക്കുന്നില്ല, വ്യക്തമായില്ല. അത് ഞങ്ങളെ കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കാൻ സാധിക്കുന്നൊരു കേസാണെങ്കിൽ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പാർട്ടി തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ പരിശോധന നടത്തി ഇപ്പോൾ വിജിലൻസ് കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടൈറ്റാനിയം കേസ് പ്രധാനപ്പെട്ട ആളുകൾ പ്രതികളായിട്ടുള്ള കേസാണല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ പ്രതികളായിട്ടുള്ള കേസാണത്. സ്വാഭാവികമായും ആ കേസ് ഏറ്റെടുക്കുന്നതിനെതിരായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ആ കേസ് ഏറ്റെടുക്കാത്തത്. കോൺഗ്രസും BJP-യും കേരളത്തിൽ ഒത്തുകളിക്കുന്നത് യാദൃശികമാണോ? ഇത്തരം പ്രശ്നങ്ങളുടെ പേരിലുള്ള ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ കേസ് CBI ഏറ്റെടുക്കാൻ ഇപ്പോഴും വിമുഖത കാണിക്കുന്നത്.
സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഗവൺമെൻറ് പ്രവർത്തനത്തിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടി ഒറ്റക്കെട്ടായി ഈ സാഹചര്യത്തെ നേരിടാൻ വേണ്ടി സജ്ജമാണ്. നിങ്ങൾക്ക് പലർക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് നടക്കുന്ന ഒരു സ്ഥിതിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ പാർട്ടി മെമ്പർമാരും അനുഭാവികളും ഒറ്റക്കെട്ടായി ഇതിനെതിരായുള്ള പ്രതിരോധം തീർക്കും. ഒരു മനുഷ്യനെപ്പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ജീവത്യാഗം ചെയ്തും ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കും. അതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഏതാ ജോസ് കെ മാണി UDF വിട്ടുകഴിഞ്ഞു. ജോസ് കെ മാണി നിയമസഭക്കകത്ത് അവരുടെ പാർട്ടി UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയില്ല. നിഷ്പക്ഷ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഡൽഹിയിൽ കർഷക പ്രശ്നത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന സമീപനവും ജോസ് കെ മാണി സ്വീകരിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം സ്വീകരിക്കുന്ന സമീപനം സ്വാഗതാർഹം തന്നെയാണ്. അതുകൊണ്ട് അവർ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം. അവർ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ നിലപാട് നോക്കിക്കൊണ്ട് അവരുമായിട്ടുള്ള സമീപനം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതേ നിലപാട് തന്നെയാണ് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയത്. ജോസ് കെ മാണി വിഭാഗം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നോക്കിക്കൊണ്ടായിരിക്കും അവരുമായി സഹകരിക്കണമോ എന്നുള്ള കാര്യം LDF തീരുമാനിക്കുന്നത്. മുന്നണിക്കകത്തൊരു വ്യത്യസ്ത അഭിപ്രായവും ഈ കാര്യത്തിലൊന്നുമില്ല. അത് കാനൻ രാജേന്ദ്രൻ പ്രകടിപ്പിച്ചൊരു അഭിപ്രായം CPIയുടെ അഭിപ്രായമാണ്. വ്യത്യസ്ത അഭിപ്രായം ഓരോ ഘടകകക്ഷികൾക്കും എന്തെങ്കിലും പ്രശ്നത്തിലുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. LDF 10 കക്ഷികളുടെ ഒരു മുന്നണിയാണ്. 10 കക്ഷികൾക്കും ചിലപ്പോൾ ചില പ്രശ്നത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങൾ എല്ലാവരെയും കൂടി യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം വളരെ ശക്തമാണ്. അതാണ് കഴിഞ്ഞ LDF യോഗത്തിൽ കണ്ടത്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന പ്രശ്നം LDF യോഗത്തിനകത്താണ് വിവിധ ഘടകകക്ഷികൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിനെ ഒന്നിച്ച് നേരിടണമെന്നതാണ് LDF ഘടകകക്ഷികൾ എടുത്തിട്ടുള്ള സമീപനം. അതുകൊണ്ട് ഈ കാര്യത്തിൽ യോജിച്ച നിലപാട് തന്നെയാണ് LDFനുള്ളത്. അത്തരത്തിലുള്ള ഒരു തർക്കവും പ്രശ്നങ്ങളും LDFനില്ല. 29-ാം തീയതി LDF നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് തിരുവനന്തപുരത്തും ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വലിയ വിജയമാക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ അറസ്റ്റ് ചെയ്യും. അതാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന സമീപനം. അല്ലാതെ BJP നിർദ്ദേശിക്കുന്ന പോലെ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വൈര്യനിര്യാതനത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കില്ല. രാഷ്ട്രീയ പ്രതിയോഗികളെ അമർശിക്കുക എന്നുള്ള BJPയുടെ നിലപാട് അല്ല, കോൺഗ്രസിൻ്റെ നിലപാടുമല്ല ഇടതുപക്ഷത്തിനുള്ളത്. ഓരോരുത്തരും ചെയ്ത തെറ്റുകൾക്ക് അടിസ്ഥാനമാക്കി നടപടി സ്വീകരിക്കും. അതിലാരും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. തെറ്റ് ചെയ്തവർ ഓരോരുത്തരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അവരാരും തന്നെ രക്ഷപ്പെടുമെന്ന് കരുതുകയും വേണ്ട. നേരത്തെ UDF ഗവൺമെൻറ് കാലത്ത് നടന്ന അഴിമതിയുടെ ഓരോ കേസുകളും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടത്തിലാണ്. അവരൊന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അതെല്ലാം യഥാസമയം വരും. ജയിലിലെത്തേണ്ടവർ ജയിലിലെത്തുകയും ചെയ്യും, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങൾ സമയം നടക്കും, യുക്തമായ സമയത്ത് നടക്കും. അതിന് അന്വേഷണ ഏജൻസിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നൽകാൻ തയ്യാറാവും.
അത് LDF കൺവീനർ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു മാധ്യമം ഉണ്ടാക്കിയൊരു വാർത്തയാണ്. അങ്ങനെ LDF കൺവീനർ വിജയരാഘവൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് വിജയരാഘവൻ തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതിൻ്റെ പേരിൽ അനാവശ്യമായൊരു വിവാദം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. KM മാണിയെ കേസിൽ പ്രതിയാക്കിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നുള്ളത് ശരിയാണ്. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തുമാണ് KM മാണിയെ പ്രതിയേർത്തത്. അല്ലാതെ വിജയരാഘവൻ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് വിജയരാഘവൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്താ KM മാണിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതിയായിക്കൊണ്ടുള്ള കേസ് തന്നെ ഇപ്പോൾ നിലവിലില്ല. ഒരു മരിച്ചുപോയ ഒരു നേതാവിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഒരു ചർച്ച ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് KM മാണിയെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ അത് സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു, അതാണ് വസ്തുത. ആ മരണപ്പെട്ടൊരു നേതാവിനോട് അനാദരവ് കാണിക്കുക എന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. KM മാണി ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു, അക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അതൊരു വിവാദമാക്കി മാറ്റേണ്ടുന്ന പ്രശ്നമല്ല. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ ചോദ്യം തീർന്നു. നമുക്ക് നിർത്താം.